ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 3 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. അതിൽ ആദ്യത്തേത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ദിലീപ് നായകനെ എത്തിയ സിനിമയുടെ കളക്ഷനാണ്. സിനിമയ്ക്ക് ഇന്നലെയും പ്രതീക്ഷിച്ച പോലെ തന്നെ കേരള ഗ്രോസ് വന്നിരിക്കുകയാണ്. ഇന്നലെ 70 ലക്ഷത്തോളം കേരള ഗ്രോസ് കളക്ഷൻ ചൊവ്വാഴ്ച നേടിയെടുത്ത പ്രിൻസിന് ആകെ കേരള ഗ്രോസ് ഇപ്പോഴത്തെ 11,30,00,000 എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടില്ല. പക്ഷെ 17 കോടി കടന്നിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മികച്ച കളക്ഷൻ നേടിയെടുത്ത സിനിമ തിയേറ്ററുകളിൽ മുന്നേറുന്നു. അടുത്ത കാലത്തെ മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായ മറ്റൊരു മലയാളം സിനിമയാണല്ലോ പടക്കളം. ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരൊക്കെ അഭിനയിച്ച സിനിമയ്ക്ക് ഇന്നലെ 50 ലക്ഷത്തിലധികം കേരള ഗ്രോസ് കളക്ഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോഴും പ്രതിദിനം മികച്ച കളക്ഷനോടെ മുന്നേറുന്ന സിനിമ ഇപ്പോഴത്തെ ആകെ 7,85,00,000 കേരള ഗ്രോസ് ആണ് വെറും 13 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ ആദ്യ ദിവസം മുതലുള്ള കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തു വന്നിട്ടില്ല. 10 കോടി കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം ചിത്രം വിജയകരമായി മാറിയിരിക്കുന്നുവെന്നാണ് വിജയ് ബാബു തന്നെ സിനിമയുടെ പ്രൊമോഷനിടയിൽ തിയേറ്റർ വിസിറ്റിനിടയിൽ ഒഫീഷ്യലായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഇനി അവസാനമായിട്ട് നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ വലിയ വിജയം നേടിയെടുത്ത് ഇപ്പോഴും പ്രതിദിനം മികച്ച കളക്ഷൻ നേടിയെടുത്ത മറ്റു സിനിമകളെ അപേക്ഷിച്ച് 1ാം സ്ഥാനത്ത് തന്നെ ഇപ്പോഴും പ്രതിദിന കളക്ഷൻ മുന്നേറിക്കൊണ്ടിരിക്കുന്ന തുടരും എന്ന സിനിമയ്ക്ക് ഇന്നലെയും 1 കോടിയിലധികം കേരള ഗ്രോസ് വന്നിരിക്കുകയാണ്. 1,05,00,000 ഇന്നലെ കേരള ഗ്രോസ് സിനിമയ്ക്ക് വന്നപ്പോൾ 112,50,00,000 മുകളിലേക്ക് ലാലേട്ടൻ സിനിമ തുടരും എന്ന സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ മാത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഷെയർ കളക്ഷൻ കൊണ്ട് തന്നെ വലിയ ലാഭകരമായ സിനിമയായിട്ട് മാറിക്കഴിഞ്ഞ ലാലേട്ടൻ സിനിമയ്ക്ക് വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നലത്തെയോടെ 224 കോടി കടന്നിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് ഉൾപ്പെടെയുള്ള സിനിമയുടെ ഫൈനൽ വരെയുള്ള ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.